الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدِ الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد النبي صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണേ, അതിനുവേണ്ടി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ എല്ലാ ആളുകളെയും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്നേഹിക്കുന്ന, വളരെ ലാളിത്യത്തോടുകൂടി വളർത്തുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ മുഖത്തുള്ള സന്തോഷം അത് നമുക്ക് വല്ലാത്ത ഒരു ആനന്ദമാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് വല്ല ചെറിയ പ്രയാസങ്ങൾ വരുന്നത് പോലും നമുക്ക് പലപ്പോഴും താങ്ങാൻ ആവാറുമില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനായാലും, അത് ഇനി മൃഗത്തിലേക്ക് എടുത്തു നോക്കിയാലും ഒക്കെ, തങ്ങളുടെ മക്കളെ സംരക്ഷിക്കുക, തങ്ങളെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തുക എന്നുള്ളത് ഓരോ ആളുകളും ശ്രദ്ധിക്കുന്നതാണ്. എന്നാൽ മറ്റുള്ള ജീവികളെക്കാളൊക്കെ ഏറെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും.
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച് പറയുന്ന ഒരു വല്ലാത്തൊരു വചനമുണ്ട് വിശുദ്ധ ഖുർആനിൽ. അള്ളാഹു പറയുന്നത്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ധനവും അതേപോലെ നിങ്ങളുടെ മക്കളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്നാണ്. ഇവിടെ ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ധനവും നിങ്ങളുടെ മക്കളുമൊക്കെ ദുനിയാവിൽ നിങ്ങൾക്ക് വലിയൊരു പരീക്ഷണമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മെ ഓരോരുത്തരെയും നമ്മുടെ മക്കളുടെ കാര്യത്തെക്കുറിച്ച് നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഓരോ രക്ഷിതാവിനും തൻ്റെ മക്കളെക്കുറിച്ചും തൻ്റെ ഭാര്യയെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഉണ്ട് എന്ന സത്യം അറിഞ്ഞവരാണ്, അത് മനസ്സിലാക്കിയവരാണ് നമ്മൾ. ഇപ്പോൾ സ്കൂളുകളും പൂട്ടി, നമ്മുടെ മക്കളൊക്കെ തന്നെ വെക്കേഷൻ കാലയളവിൽ അവർ ജീവിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മുടെ മക്കളിൽ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. കുട്ടികളൊക്കെ കളിച്ച് അവർക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ തന്നെ അവർ കളിച്ച് രസിച്ച് നടക്കുകയാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മേഖലയെടുത്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉത്തമമായ മാതൃകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു ആ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇത് പറഞ്ഞിട്ട് അള്ളാഹു ഈ ആയത്ത് നിർത്തുന്നില്ല. അള്ളാഹു പിന്നീട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ലിമൻ, ആർക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുള്ളത്? കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദകറല്ലാഹ കസീറ. അള്ളാഹുവേയും പരലോകത്തെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാവർക്കുമില്ല. അള്ളാഹുവിനെയും പരലോകത്തെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് എല്ലാറ്റിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാണ് എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടുമൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ഭാര്യമാരെക്കുറിച്ച്, അവർക്ക് വേണ്ടി അവർ എങ്ങനെയാകണം എന്നുള്ള പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും ഗുണങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്. നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ അതിൻ്റെ 74-ാമത്തെ ആയത്ത്, പലപ്പോഴും നമ്മളൊക്കെ കേട്ട നമുക്കറിയുന്നൊരു ആയത്തും ഒരു പ്രാർത്ഥനയും കൂടിയാണിത്. വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഗ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. സുഹൃത്തുക്കളെ, ഇത് അറിയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി ഈ അടുത്ത ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി അവർ നന്നാകണം, നല്ല ആളുകൾക്ക് മുമ്പിൽ നിൽക്കുന്നവരാകണം എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അടുത്ത് ഏതെങ്കിലും ഒരു ദിവസത്തിൽ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അള്ളാഹുവേ, എൻ്റെ മക്കളെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ലവരുടെ മുമ്പിൽ നോക്കൂ നിങ്ങൾ. വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന. അള്ളാഹുവേ, എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. മുത്തഖിയാക്കണം എന്നല്ല അള്ളാഹു പറഞ്ഞത്, മുത്തഖീങ്ങളുടെ ഇമാമാക്കണം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്
അവർക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ വളർത്തൽ നമ്മുടെ ഓരോരുത്തരുടെയും അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിന് നിർബന്ധമുണ്ട് നമ്മുടെ ഭാര്യമാരായാലും അവരുടെ നമ്മുടെ മക്കളായാലും അവരെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയെടുക്കുക എന്ന്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലജു അലൽ ഫിത്ര. ഓരോ കുഞ്ഞും ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് അവൻ ഏറ്റവും നല്ല ശുദ്ധ പ്രകൃതിയിലാണ്. എന്നാൽ പിന്നീട് അവനെ തോന്നിയ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് എന്നുള്ളതാണ്. അവൻ ഹിന്ദുവാക്കുന്നതും മറ്റുള്ള മജൂസിയാക്കുന്നതും എല്ലാം അവൻ്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്ത് ഓതിക്കൊണ്ട് പഠിപ്പിച്ചു നമ്മളെ. 66-ാമത്തെ അധ്യായം സൂറത്തു തഹ്രീമിൻ്റെ 6-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. എല്ലാ ജനങ്ങളെയും വിളിച്ചിട്ടല്ല അള്ളാഹു പറയുന്നത്, അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ വിശ്വസിച്ചവരെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. ഒന്നാമത് അള്ളാഹു പറയുന്നത് ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ ശരീരം മാത്രം കാത്താൽ പോരാ, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? വഅഹ്ലീകും നാറ, നിങ്ങളുടെ ഭാര്യയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ മാതാപിതാക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ അടുത്ത കുടുംബങ്ങളെ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹു പറയുന്നത് ഒരു വിശ്വാസിയോട് ആദ്യം നീ നിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഖൂ അൻഫുസകും. സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാകണം. ഞാൻ എൻ്റെ കാര്യം, ഞാൻ എൻ്റെ ജീവിതം അത് നന്നാക്കി നാളെ റബ്ബിൻ്റെ അടുക്കൽ സ്വർഗത്തിലേക്കെത്താൻ അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കണം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൂടെയുള്ള, നമ്മൾ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ, നമ്മൾ ചെലവിന് കൊടുത്ത് നമ്മുടെ കൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാര്യ, അവർക്കെല്ലാം ഇസ്ലാമിൻ്റെ കൃത്യമായ സന്ദേശം അവരിലേക്ക് പറഞ്ഞുകൊടുത്ത്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത്, പ്രവാചകന്റെ സുന്നത്തുകളെ പറഞ്ഞുകൊടുത്ത്, ഒരു മുത്തഖി എന്നല്ല, മുത്തഖീങ്ങളുടെ ഇമാമുകളായി മുമ്പിൽ നിൽക്കുന്നവരായി നമുക്ക് മാറ്റാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് നമ്മോട് ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദ്യം നമ്മൾ ഓരോരുത്തരും പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. വെക്കേഷനായി സമയത്ത് പല രക്ഷിതാക്കളും ആലോചിക്കുന്നത് മക്കളെ എവിടെ നല്ല വിദ്യാഭ്യാസം അവർക്ക് ഏത് രൂപത്തിലൊക്കെ കൊടുക്കാം എന്ന് ആലോചിക്കുന്നു. അതിനൊന്നും തിരക്കിടില്ല, അതൊക്കെ നമ്മൾ ദുനിയാവിൽ നൽകേണ്ടത് തന്നെയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് നൽകേണ്ട യഥാർത്ഥ വിദ്യാഭ്യാസം നമ്മൾ നൽകിയിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഈ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാൻ എൻ്റെ മകന്, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെറിയ മക്കൾക്ക് അവർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം കൃത്യമായി അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിൻ്റെ അടുക്കലെത്തുന്ന സമയത്ത് നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതയോ അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ സർട്ടിഫിക്കറ്റുകളോ ഒന്നുമല്ല അല്ലാഹു ചോദിക്കുക. അവരെക്കുറിച്ച് അവർക്ക് നിങ്ങൾ ദീന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെറുപ്രായത്തിലെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ആരാണ് സുഹൃത്തുക്കളെ അള്ളാഹു? നിങ്ങൾ നമ്മുടെ ചെറിയ വളർന്നു വരുന്ന കുറച്ചൊക്കെ പ്രായമെത്തിയ ചെറിയ കുട്ടികളെ അടുത്ത് വിളിച്ച് അവരോട് ചോദിക്കൂ, അള്ളാഹു ആരാണെന്ന്. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? പല കുട്ടികൾക്കും കൃത്യമായി അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ചെറുപ്രായത്തിൽ ചൊല്ലി പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് പലരും. പക്ഷെ എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ, ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അത് നമ്മോട് നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നിടത്ത് അദ്ദേഹം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം നമുക്ക് കാണാൻ സാധിക്കും. മക്കളെ അടുത്ത് വിളിച്ച് ഒരു ഉപ്പ കൊടുക്കുന്ന,
തൻ്റെ മകനെ കുഞ്ഞുമോനെ എന്ന് വിളിച്ച് തൻ്റെ അടുത്തേക്കിരുത്തി ഒരു ഉപ്പ മകന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ പറയാണ്, യാ ബുനയ്യ, യാ ബുനയ്യ. നമ്മളൊക്കെ നമ്മുടെ മക്കളെ പല ഓമനപ്പേരുകളും ഇട്ട് വിളിക്കുന്നവരാണ്. ആ ഓമനപ്പേര് വിളിച്ച് തൻ്റെ മോനോട് തൻ്റെ അരികിൽ ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, ലാ തുശ്രിക് ബില്ലാ, ലാ തുശ്രിക് ബില്ലാ. മോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലളുൽമുൻ അലീം. ഏറ്റവും വലിയ തെറ്റ് മോനെ, കള്ളുകുടിക്കൽ തെറ്റാണ്, മോനെ മോഷ്ടിക്കൽ തെറ്റാണ്. പക്ഷേ ഈ തെറ്റിനേക്കാളൊക്കെ തന്നെ വലിയ തെറ്റാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഒരു ഉപ്പ തൻ്റെ മകനെ അടുത്തിരുത്തിക്കൊണ്ട് പഠിപ്പിക്കേണ്ട ഒന്നാമത്തൊരു കാര്യമാണ്, നീ അല്ലാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, എത്രത്തോളം നമ്മളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് വിടുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാലും ഒരു ഉപ്പ എന്നുള്ള നിലക്ക്, ഒരു രക്ഷിതാവ് എന്ന നിലക്ക് തൻ്റെ മക്കളെ അടുത്തേക്ക് വിളിച്ച് പല കാര്യങ്ങളും ഉപദേശിക്കുന്നതിന് പോലെ ഈ ഒരു കാര്യം ഏതെങ്കിലും ഒരു രക്ഷിതാവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത്, നീ നിസ്കരിക്കണം, നമസ്കാരം നീ നിലനിർത്തണം. ഇതൊരു ഉപ്പ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അങ്ങനെ ചെറുപ്രായത്തിലെ അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നാൽ നമുക്ക് കൺകുളിർമ ലഭിക്കും. ഖുർറത്ത് ഐനിൻ, നമ്മുടെ കണ്ണിന് വല്ലാത്തൊരു ആനന്ദം നൽകും. അതല്ലെങ്കിലോ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ പല മക്കളും കടാരയെടുത്ത്, അതല്ലെങ്കിൽ കത്തിയെടുത്ത് സ്വന്തം പെറ്റ് വളർത്തിയ തൻ്റെ പൊന്നാര ഉമ്മയുടെ കഴുത്തിന് നേരെ കത്തി കൊണ്ട് വെട്ടുന്ന മക്കളായി മാറും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചെറുപ്രായത്തിലെ അവരെ അദബുകളും ആദാബുകളും പഠിപ്പിച്ച് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ അവരുടെ മനസ്സുകളിലേക്ക് ഇറക്കിക്കൊടുത്ത് അങ്ങനെ അവരെ വളർത്തിയാൽ നമുക്ക് ദുനിയാവിലും ആനന്ദമാണ്, നാളെ റബ്ബിൻ്റെ മുമ്പിലും ആനന്ദമായിരിക്കും. അതല്ലെങ്കിൽ ഈ ദുനിയാവിലും നമുക്ക് പ്രയാസങ്ങളായിരിക്കും, നാളെ റബ്ബിൻ്റെ മുമ്പിലും അത് കാരണത്താൽ പ്രയാസപ്പെടേണ്ടി വരും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാണ്. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാത്തിലും ഒരു ചെറിയ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, നമ്മളൊക്കെ നല്ല രൂപത്തിൽ വളർത്തുന്നു. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ 2 മക്കളുകൾ ഉണ്ടെങ്കിൽ അവർക്കിടയിൽ നിങ്ങൾ വേറെ വ്യത്യാസം കാണിക്കരുത്. ഒരാൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ലത് സാധനം വാങ്ങിക്കൊടുക്കുന്നു, എന്നാൽ മറ്റുള്ളൊരു മകന് അത്ര തന്നെ പോരാത്ത സാധനമാണ്, അത് പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്രമാത്രം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുപോലെ നിസ്കാരത്തിൻ്റെ കാര്യം, മുറു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് 7 വയസ്സാകുമ്പോൾ തന്നെ ചെറുപ്പത്തിലെ അവരോട് നിസ്കരിക്കാൻ പറഞ്ഞ് കൽപ്പിച്ചു തുടങ്ങുക. വളിരിബു അലൈഹ, മക്കളെ നിങ്ങൾ അടിക്കണം. ഏതിൻ്റെ പേരിൽ? 10 വയസ്സായിട്ടൊരു കുട്ടി നമസ്കരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ അടിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ മക്കളെ? ചെറിയ ചെറിയ വികൃതികൾ കുട്ടികൾ കാണിക്കുമ്പോൾ അതിൻ്റെ പേരിൽ അടിച്ചിട്ടുണ്ടോ? പക്ഷെ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ മക്കളെ നമ്മൾ അടിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾ കളിച്ച് അങ്ങനെ നടക്കുമ്പോൾ, ആ നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ പള്ളിയുടെ അടുത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ തന്നെ പള്ളിയോടുമായി ബന്ധപ്പെടാനും ആ നമസ്കാരത്തിൻ്റെ സമയത്തിൽ പള്ളികളിലേക്ക് വരാനുമൊക്കെ നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കാര്യങ്ങൾ പോലും, ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കുറച്ച് കുട്ടികൾ പ്രവാചകന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു ഉലാമൻ ഫി ഹിജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കെ ഭക്ഷണം കഴിക്കാനിരുന്നു. വകാനത് യദി തതീഷു ഫിൽ ഹദ്, വലിയ ഒരു ഭക്ഷണപാത്രത്തിൽ ഒന്നിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ കൈ എൻ്റെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവരുടെ ഭാഗത്തേക്ക് പോയി. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ഗുലാം സമ്മില്ല, മോനെ നീ ബിസ്മി ചൊല്ല്. വഖുൽ ബി യമീനിക്, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്ക്. വഖുൽ മിമ്മാ യലീക്, നീ നിന്റെ ഭാഗത്ത് നിന്ന് കഴിക്ക്. ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രായത്തിൽ ആ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകൻ സകാത്തിന്റെ മുതലിൽ നിന്ന് കുറച്ച് ഈത്തപ്പഴം എടുത്തു തിന്നു. ചെറിയ കുട്ടിയല്ലേ, ഒരു ഈത്തപ്പഴമല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല. അത് പ്രവാചകന്റെ കുടുംബത്തിനത് പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടിയുടെ വായിൽ കൈയിട്ടത് ഛർദ്ദിപ്പിക്കുകയാണ്. ഇതൊരു അക്രമം ചെയ്യുകയല്ല കുട്ടിയോട്, മറിച്ച് ആ കുട്ടിക്ക് ചെറുപ്രായത്തിലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സകാത്തിന്റെ ഈ ഭക്ഷണം എടുത്ത് കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിലെ ആളുകൾക്ക് പറ്റില്ല എന്ന് ആ ചെറുപ്രായത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ഇന്ന് പല കുട്ടികൾക്കും, നമുക്കൊക്കെ പല ആളുകളും ഇങ്ങനെ പറയും, എൻ്റെ മകൻ വളരെ നല്ല രൂപത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ചെറിയ കുട്ടിയാണ്, എന്നാലും അവന് വളരെ നല്ല രൂപത്തിൽ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കാര്യമാണ്. ദുനിയാവിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമാണ്. പക്ഷേ സുഹൃത്തുക്കളെ, എൻ്റെ മകൻ വിശുദ്ധ ഖുർആനിൽ ഇതാ ചെറിയ പ്രായമായിട്ടുള്ളൂ, എത്രയെത്ര കുട്ടികൾ വിശുദ്ധ ഖുർആനിൽ നിന്നും പല ഭാഗങ്ങളും ഹിഫ്ളാക്കി മനോഹരമായി ഖിറാഅത്ത് നടത്തുന്നു, എൻ്റെ മകൻ ഇത്ര ജുസ് ആയി എന്ന് പറയാൻ പല രക്ഷിതാക്കൾക്കും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ മകന് നമസ്കാരത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും കൃത്യമായി അവൻ അറിയാം, അവൻ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ പറയാൻ നോക്കൂ നിങ്ങൾ, നമുക്ക് സാധിക്കുന്നോ എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് പല ആളുകൾക്കും പല രക്ഷിതാക്കളും ഇപ്പോൾ പരാതി പറയുകയാണ്, മക്കൾ പിടിച്ചെടുത്തൊന്നും കിട്ടുന്നില്ല മക്കളെ, എന്തെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾ സംഘടിപ്പിക്കൂ, പല സംഘാടകരോടും പറയുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ മക്കൾക്കൊരു സമ്മാനം പ്രഖ്യാപിക്കൂ, ഇത്ര നിങ്ങൾ ഖുർആൻ പഠിച്ചാൽ അല്ലെങ്കിൽ ഇത്ര സൂറത്ത് പഠിച്ചാൽ ആ മക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് ഒരു സമ്മാനമൊക്കെ പ്രഖ്യാപിച്ച് അവരെ വിശുദ്ധ ഒഴിവ് സമയങ്ങളിൽ കുറച്ച് സമയങ്ങളൊക്കെ അവർ കളിക്കേണ്ട പ്രായത്തിൽ കുട്ടികൾ കളിക്കട്ടെ. പക്ഷേ കുറച്ച് സമയം അവിടെ എല്ലാത്തിനും നമ്മളൊരു സമയം കൃത്യമാക്കി അവർക്കൊരു രൂപങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഖുർആൻ പഠിക്കാൻ കുറച്ച് സമയം, കളിക്കാൻ കുറച്ച് സമയം, കടന്നുറങ്ങാൻ കുറച്ച് സമയം, ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളുടെ കാര്യം, വസ്ത്രത്തിൻ്റെ കാര്യമായാലും മുടിവെട്ട് പോലും ഇന്നിപ്പോൾ എത്രയോ ഖുത്ബയിലും ക്ലാസ്സുകളിലും ഒക്കെ കേട്ടിട്ടും പല രക്ഷിതാക്കൾ തന്നെ കൊണ്ടുപോയി ബാർബർ ഷോപ്പിൽ ഇരുത്തിയിട്ട് പറയുകയാണ് മറ്റേ മോഡൽ വെട്ടണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളിതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്ന, പ്രവാചകനെ പിൻപറ്റുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മുടെ മക്കളുടെ മുടിവെട്ട് പോലും ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു സിനിമാ നടനോ ഏതെങ്കിലും ഒരു സിനിമാ നടിയോ അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, അതല്ല നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കെല്ലായിടത്തും ഒരു അതിർവരമ്പുകളുണ്ട്, ഇസ്ലാമിൻ്റെ ഒരു ചട്ടക്കൂടുകൾ, അതിനുള്ളിൽ നിന്ന് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഒരിക്കലും നമ്മൾ പാടില്ല. അത് വസ്ത്രത്തിൻ്റെ കാര്യമായാലും മറ്റുള്ള ഏതൊരു കാര്യത്തിലും അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വലിയ മാതൃകയാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞു, അക്രിമു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികൾക്ക് അദബുകൾ പഠിപ്പിക്കണം. വലിയവരെ കാണുമ്പോൾ ബഹുമാനിക്കാൻ, ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാൻ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. പണ്ടൊക്കെ ആളുകളുടെ മുമ്പിൽ ഒരിക്കലും മക്കൾ നടക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരു പിതാവും ഒരു മകനും ഇങ്ങനെ നടന്നു പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ ആ കുട്ടി പറയുന്നു, എൻ്റെ ഉപ്പയാണ്, പിതാവാണ്. അപ്പോൾ പിറകിൽ നടക്കാൻ പറയുകയാണ്. അത്ര പോലും അദബും മര്യാദയും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് പണ്ടത്തെ കാര്യങ്ങളൊന്നും അല്ല, മക്കളൊക്കെ മാറി ഉപ്പയുടെ മുമ്പിൽ വലിയ രൂപത്തിൽ അഹങ്കാരത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിൽപ്പുകൾ നിൽക്കുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെയൊക്കെ തന്നെ ഇസ്ലാം വലിയ അദബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നല്ലാഹ ലയർഫഉ ദറജത ലിഅബ്ദി സ്വാലിഹ് ഫിൽ ജന്ന. ഒരു അടിമക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ അവൻ്റെ ദറജകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും. ഫയഖൂൽ, ആ സമയത്ത് അല്ലാഹുവിനോട് അടിമ ചോദിക്കുകയാണ്, യാ റബ്ബി, അല്ലാഹുവേ, അന്നാ ലി ഹാദിഹി, സ്വർഗത്തിൻ്റെ ഈ ദറജയിലെത്താൻ, ഇത്രമാത്രം ഉയരത്തിലെത്താൻ ഞാൻ എന്ത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫയഖൂലു ബിഇസ്തിഗ്ഫാരി വലദിക്,
നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, സ്വർഗത്തിൻ്റെ ദറജകളിലേക്ക് കയറാൻ കാരണമാകുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പല രക്ഷിതാക്കൾക്കും ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ആരാണ് എൻ്റെ മയ്യത്തിന് നമസ്കരിക്കാൻ, എൻ്റെ മക്കൾക്കറിയുമോ? മയ്യത്ത് നമസ്കരിക്കാനുള്ള പ്രാർത്ഥന പോലും വലിയ മക്കൾക്ക് പോലും അറിയാത്ത ആളുകളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ പ്രത്യേകം ഇത്തരം സമയങ്ങളിൽ ശ്രദ്ധ കൊടുക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലും നമ്മുടെ ഭാര്യമാരിലും അള്ളാഹു നമുക്കെല്ലാവർക്കും കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വസല്ലി വഉസല്ലിമുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്. അദ്ദേഹം ഖലീഫയായി കൊണ്ടിരിക്കുന്ന ആ സമയത്താണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എൻ്റെ മകൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ എന്നെ ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയുമായിട്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് വന്നു. ആ സമയത്ത് ഈ പിതാവിൻ്റെ പരാതികളൊക്കെ കേട്ടതിന് ശേഷം പരാതിയുമായി വന്ന മകനെ അദ്ദേഹം വിളിച്ച് ചോദിച്ചു, എന്താണ് മോനെ പ്രശ്നങ്ങൾ? ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ കേൾക്കുകയാണ്. ഉടനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചൊരു ചോദ്യം ആ കുട്ടി ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, മാതാപിതാക്കളോട് മക്കൾക്കൊരുപാട് കടമകളും കടപ്പാടുകളുമുണ്ട്. എന്നാൽ മക്കളോട് മാതാപിതാക്കൾക്ക് വല്ല കടമയുമുണ്ടോ എന്നാണ് കുട്ടിയുടെ ചോദ്യം. ഉപ്പക്കും ഉമ്മക്കും മക്കളോട് വല്ല കടമകളുണ്ടോ? ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മോനോട് പറഞ്ഞു, ഉണ്ട്. എന്നിട്ട് 2-3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് മക്കളോട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യൻതഖിയ ഉമ്മഹു, അവന് സംസ്കാരമുള്ള ഒരു ഉമ്മയെ നൽകുക എന്നുള്ളത് ഒരു പിതാവിൻ്റെ ബാധ്യതയാണ്. നല്ലൊരു ഉമ്മയെ അവന് നൽകുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം വയുഹസ്സിന ഇസ്മഹു, മക്കൾക്ക് നല്ല പേരിടുക എന്നുള്ളത് ഒരു ഉപ്പയുടെ ബാധ്യതയാണ്. മൂന്നാമത്തെ കാര്യം വയുഅല്ലിമഹുൽ കിതാബ, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതും ഒരു പിതാവിൻ്റെ ബാധ്യതയാണ്. ഈ 3 കാര്യങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സമയം ഉടനെ ഈ മോൻ പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഇന്ന അബീ ലം യഫ്അൽ ഷൈഅ, എൻ്റെ ഉപ്പ, എൻ്റെ ഈ പിതാവുണ്ടല്ലോ, ഈ പറഞ്ഞ 3 കാര്യവും എനിക്ക് ചെയ്തു തന്നിട്ടില്ല. എന്നിട്ട് കുട്ടി പറയാണ്, അമ്മ ഉമ്മി, എൻ്റെ ഉമ്മ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഫഇന്നഹാ സിൻജിയത്തുൻ കാനത് ലിമജൂസി, ഒരു അഗ്നി ആരാധകന്റെ കീഴിൽ വളർന്ന ഒരു അടിമപ്പെണ്ണാണ് എൻ്റെ ഉമ്മ. രണ്ടാമത് പറഞ്ഞു, വഖദ് സമ്മാനി ജുഅല, എനിക്കെൻ്റെ പിതാവിട്ട പേരെന്താണെന്നറിയോ? ജുഅല എന്നാണ്, കരിവണ്ട് എന്നാണ് എനിക്ക് പേരിട്ടത്. വലം യുഅല്ലിംനി മിൻ കിതാബി ഹറഫൻ വാഹിദ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരക്ഷരം എന്നെ എൻ്റെ പിതാവ് പഠിപ്പിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, ഇത് അന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു കുട്ടി പരാതി പറഞ്ഞതെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ പരാതി പറഞ്ഞാൽ നമ്മൾ എന്തായി ചെയ്യുക എന്ന്. അതുകൊണ്ട് പരാതിയുമായി വന്ന അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
ജിഅ്തു ഇലാ തശ്ഖു ഉഖൂഖ ഇബ്നിക്, നീ നിന്റെ മകൻ നിന്നെ ആക്രമിക്കുന്നു, അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നീ വന്നത്. വഖദ് അഖഖ്തു ഖബ്ല അൻ യുഅഖഖ്, നീ അവനെ ആക്രമിക്കുന്നതിന് മുമ്പ്, നിന്നെ അവൻ ആക്രമിക്കുന്നതിന് മുമ്പ് നീ അവനെ ആക്രമിച്ചിട്ടുണ്ട്. വഅസഅത ഇലൈഹി ഖബ്ല അൻ യുസീഅ ഇലൈക്, നീ അവൻ നിന്നോട് മോശമായി പെരുമാറുന്നതിന് മുമ്പ് നീ അവനോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ കാര്യം അവന് നല്ലൊരു മാതാവിനെ കൊടുക്കുക എന്നുള്ളതാണ്. അത് വിവാഹം കഴിക്കുന്ന സമയം, ആ സമയത്ത് നമ്മളൊരു ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല ദീനുള്ള ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ മക്കൾക്ക് ഏതെങ്കിലും അക്ഷരങ്ങൾ ഒപ്പിച്ച് നൽകുന്ന പേരല്ല സുഹൃത്തുക്കളെ ഇടേണ്ടത്. അർത്ഥവും ഇസ്ലാം പറഞ്ഞ തരത്തിലുള്ള പേരുകളെ ഇടാൻ പാടുള്ളൂ. ഇവിടെ നോക്കൂ നിങ്ങൾ, ആ കുട്ടിക്കിട്ട പേര് ജ്വാല എന്നാണ്. ഒരർത്ഥവുമില്ലാത്ത, കരിവണ്ട് എന്നർത്ഥം വരുന്ന ഒരു പേരാണ് ഇട്ടത്. ഇന്ന് പലപ്പോഴും പല ആളുകളും പേരിടുന്നത് അത്തരത്തിൽ ഒരർത്ഥവുമില്ലാത്ത തരത്തിലുള്ള പേരുകൾ ഇടുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരക്ഷരം എൻ്റെ പിതാവെന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഇത്തരം മക്കൾ നമുക്കെതിരെ പരാതി പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. മക്കൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചില രക്ഷിതാക്കളെ കാണാൻ അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ്. എന്തിനാണ്? അവസാനത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരാഗ്രഹങ്ങൾ പറയാനോ അല്ലെങ്കിൽ പിതാവിനെയോ മാതാവിനെയോ കാണുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിനോട് അവർ പറയുമെന്നാണ്, ഞങ്ങളുടെ പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ ഞങ്ങളുടെ കാലുകൾക്കിട അടിയിൽ ചവിട്ടി മെതിക്കട്ടെ എന്ന് പറയും. എന്തിനു വേണ്ടി? അവർ ഞങ്ങളെ ഈ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ല, ദീനിൻ്റെ ഒരു കാര്യത്തിനും അവർ പ്രോത്സാഹനം നൽകിയില്ല എന്ന് സുഹൃത്തുക്കളെ അങ്ങനെ പറയുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ മക്കൾക്ക് പല കാര്യങ്ങളും നൽകുന്നതിൻ്റെ കൂടെ ദീനിൻ്റെ കാര്യങ്ങളുടെ ശ്രദ്ധ കൊടുത്തിട്ടില്ല എങ്കിൽ അവർ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മുടെ റബ്ബിൻ്റെ മുമ്പിലെത്തുന്ന സമയം അവർ നമുക്കെതിരെ വിരൽ ചൂണ്ടുമെന്ന് സത്യമാണ്. ആ കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒഴിവ് സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹതു വൽ ഫറാ. രണ്ട് അനുഗ്രഹങ്ങളെ തൊട്ട് അധിക ആളുകളും വഞ്ചിതരാണ്. ഏതാണ് ഈ രണ്ട് അനുഗ്രഹങ്ങൾ? ഒന്ന് അവരുടെ ഒഴിവ് സമയമാണ്, ഒന്ന് ആരോഗ്യമാണ്. ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് പള്ളിയിലേക്ക് നടന്നു വരാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ആരോഗ്യമില്ലാതെ വീട്ടിലൊരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും പള്ളിയിലേക്കൊക്കെ ഒന്ന് പോകാമായിരുന്നു. പക്ഷേ സാധിക്കുകയില്ല സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ നമ്മുടെ യുവത്വവും ആ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതുപോലെ നോക്കൂ നിങ്ങൾ, നമുക്കൊരുപാട് സമയം, ഒഴിവ് സമയങ്ങളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മക്കളോട്, ചെറിയ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ കുറച്ചൊക്കെ കളിച്ചും രസിച്ചും പോകട്ടെ. പക്ഷേ നിങ്ങൾ കുറേ സമയം നല്ലതിനു വേണ്ടി ദീൻ പഠിക്കുന്ന സാഹചര്യങ്ങൾ ഈ മഹല്ലുകളിൽ ഉണ്ട് എങ്കിൽ, ഇല്ല എങ്കിൽ അതൊരുക്കാനും ഏതെങ്കിലും ഒരു 1-2 ദിവസങ്ങളെങ്കിലും ആഴ്ചയിൽ പ്രത്യേകം ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് വലിയ കുട്ടികളെയും ചെറിയ കുട്ടികളെയും ഒക്കെ ഒരുക്കി അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ ഈ വെക്കേഷൻ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇവിടുത്തെ മഹല്ലിൻ്റെ ആളുകളോട് കൂടി ഈ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമയാകണം. നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്നത് വല്ലാത്തൊരു പ്രയാസമാണ്. പക്ഷേ നാളെ റബ്ബിൻ്റെ മുമ്പിൽ സ്വർഗത്തിലേക്കെത്താതെ നരകത്തിൻ്റെ വാതിലുകളിൽ മുന്നിൽ നമ്മുടെ മക്കളെ കാണേണ്ട ഒരു അവസ്ഥ സുഹൃത്തുക്കളെ നമുക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തെ നരകത്തിൽ നിന്ന് തൊട്ട് രക്ഷപ്പെടുത്തണം. പക്ഷേ അത് പോരാ, വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ മാതാപിതാക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മോട് കൽപ്പിച്ചത്. ആ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തി അവരെയും നമ്മെയും എല്ലാം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന രൂപത്തിൽ ഈ ദുനിയാവിൽ ജീവിച്ച് അങ്ങനെ മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്
വിശ്വസിച്ച് അതുച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന ഈ ഒരു പ്രാർത്ഥന സുഹൃത്തുക്കളെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളുമൊക്കെ നല്ലതിൻ്റെ മുമ്പിൽ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.